നമസ്കാരം. ഈ അടുത്ത കാലത്തായി നമ്മളെ ഭയപ്പെടുത്തുന്ന രണ്ട് വാക്കുകളുണ്ട്. ഒന്ന് AI, മറ്റൊന്ന് ലേ ഓഫ്. AI അധിഷ്ഠിതമായിട്ടുള്ള തൊഴിലിൻ്റെ അനന്തമായ സാധ്യതകൾ നമുക്ക് മുന്നിലുണ്ട്. പക്ഷേ എൻ്റെ ജോലി AI കൊണ്ടുപോയി എന്ന് പരിഭവം പറയുന്ന ആളുകളെ നമ്മൾ നിരവധി കാണുകയാണ്. ഗൂഗിൾ പോലുള്ള വലിയ രാജ്യാന്തര കമ്പനികൾ പോലും തൊഴിൽ മേഖലയിൽ നിന്ന് ഒരുപാട് പേരെ പുറത്താക്കേണ്ട സാഹചര്യമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ AI അധിഷ്ഠിതമായിട്ടുള്ള അസൈൻമെൻറ്റുകളൊക്കെ പൂർത്തിയാക്കിയ ശേഷം എൻ്റെ ജോലി AI കൊണ്ടുപോയി എന്ന് വിലപിക്കുന്ന ആളുകളെ നമ്മൾ കാണുകയാണ്. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ തൊഴിൽ മേഖലയിൽ സംഭവിക്കുന്നത്? നമുക്കാവശ്യമുള്ള കോഴ്സുകൾ, ഒരുപാട് കാലത്തേക്ക്, ദീർഘനാളത്തേക്ക് വേണ്ട കോഴ്സുകളെ കാലേ കൂട്ടി കണ്ട് അത് തരുന്ന കമ്പനികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മൾക്കിടയിലുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് ECR ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന സ്ഥാപനം. എനിക്കിപ്പം ECR ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ചെയർമാൻ മധു ഭാസ്കർ ചേരുകയാണ്. നമസ്കാരം. ഞാൻ ഇങ്ങനെയൊരു ഇൻട്രോ ഇടാൻ കാരണം, കാലത്തിന് മുൻപേ നമുക്ക് വേണ്ട കോഴ്സുകളെ ECR പഠിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ECR എന്ന് പറയുന്ന സ്ഥാപനം ഒരുപക്ഷെ അതിൻ്റെ ആശയത്തിന് മുള പൊട്ടുന്നത് 2008 എങ്ങനെയാണ് ECR യാഥാർത്ഥ്യമായത്? 2008 ആലപ്പുഴയിൽ തുടങ്ങിയ ഒരു ചാരിറ്റബിൾ സൊസൈറ്റി ആയിരുന്നു ECR. പക്ഷേ വിദ്യാഭ്യാസ മേഖലയിൽ കടന്നത് വളരെ പെട്ടെന്നായിരുന്നു. അത് കേവലം ഒരു ബിൽഡിങ്ങിൽ നിന്നല്ല, ഒരമ്മയുടെ മനസ്സിൽ നിന്നുണ്ടായ ആത്മാർത്ഥമായ ഒരു ചോദ്യം, ഒരു ഉത്കണ്ഠ, അതാണ് ECR ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസിലേക്ക് എന്നെ കൊണ്ട് എത്തിച്ചത്. സാറേ, എൻ്റെ മകൻ ഏവിയേഷൻ കോഴ്സ് പഠിച്ചാൽ അവൻ്റെ ഭാവി സുരക്ഷിതമായിരിക്കുമോ? ഈ ചോദ്യമായിരുന്നു അമ്മയ്ക്ക് എന്നോട് ചോദിക്കാനുള്ളത്. 2014 വരെ വിശാലമായ അനന്ത സാധ്യതയുള്ള ഏവിയേഷൻ മേഖലയിലേക്ക് ഒരു അംഗീകൃത കോഴ്സ് ഒരു യൂണിവേഴ്സിറ്റിയിലും ഉണ്ടായിരുന്നില്ല. അന്ന് ഞാൻ ECR ചാരിറ്റബിൾ ട്രസ്റ്റ് വഴി മാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയിലേക്ക് ഏവിയേഷൻ ആൻഡ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന കോഴ്സ് യൂണിവേഴ്സിറ്റി അഫിലിയേഷൻ കൊടുക്കുകയും അത് UGC അപ്രൂവൽ നേടിയെടുക്കുകയും അതിനുശേഷം ECR ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ് ഓൾ ഇന്ത്യ ടെക്നിക്കൽ കൗൺസിലിൻ്റെ അംഗീകാരത്തോടും പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തതും ഏറ്റവും വലിയ ഏവിയേഷൻ കോളേജുമാണ്. ഈ ഏവിയേഷൻ മേഖലയെ ഒരു ഓർഗനൈസ്ഡ് സെക്ടറിലേക്ക് കൊണ്ടുവന്നതാണ് ECR ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ആദ്യത്തെ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു വിദ്യാഭ്യാസ സ്ഥാപനം അല്ലെങ്കിൽ ഒരു ആശയം മുന്നോട്ട് വെക്കുന്ന ഒരു സ്ഥാപനം 12 വർഷം 13 വർഷം നിലനിൽക്കുക എന്ന് പറയുന്നതിൽ ഏറ്റവും അടിസ്ഥാനം ആ സ്ഥാപനത്തിൻ്റെ വിശ്വാസ്യതയാണ്. ആളുകളെ അതിലേക്ക് കൂടുതൽ ആകർഷിക്കുക, അവിടെ പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് അവരുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ആ അർത്ഥത്തിൽ ECRൻ്റെ ഒരു വളർച്ച അത് ഈ കഴിഞ്ഞ ഒരു വ്യാഴവട്ടക്കാലം എങ്ങനെയായിരുന്നു? മാതാപിതാക്കൾ കുട്ടികളെ ECRലേക്ക് ഏൽപ്പിക്കുമ്പോൾ ആദ്യം ചോദിക്കുന്നത് നിങ്ങളുടെ കുട്ടിയെ എന്തായി കാണാനാണ് ആഗ്രഹം. ആ ആഗ്രഹത്തിനനുസരിച്ചിട്ട് നമ്മൾ ഇൻഡസ്ട്രിയൽ ഇൻക്യുബേഷൻ എന്ന് പറയും. അവർക്ക് ഏത് മേഖലയിലേക്കാണോ പോകേണ്ടത് ആ മേഖലയിലെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള വ്യക്തികളും സ്ഥാപനങ്ങളുമായിട്ട് ഉള്ള ഒരു കണക്ഷൻ വഴി ആ കുട്ടികളെ ആ മേഖലയിൽ ഏറ്റവും മുകളിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ECR ചെയ്തു കൊടുക്കുന്നതാണ് ECR കോളേജിൻ്റെ വിജയമായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരി. അതോടൊപ്പം തന്നെ നമ്മളെ ഏവിയേഷൻ കോഴ്സിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ആ തരത്തിൽ ആദ്യത്തെ ഒരു സംരംഭമായിരുന്നു, പ്രത്യേകിച്ച് ഒരു യൂണിവേഴ്സിറ്റി UGC അംഗീകൃത ഒരു കോഴ്സ് എന്നുള്ളത്. മറ്റ് രീതിയിൽ ഇപ്പം നഴ്സിംഗ് മേഖലയിൽ അതിൽ നമ്മുടെ ഒരു സ്വപ്നം എന്താണ്? അതിലിപ്പോൾ ഒരുപാട് സ്ഥാപനങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ ആ മേഖലയിൽ നമ്മൾ കൂടുതൽ കുട്ടികളെ കൂടുതൽ കൊണ്ടുവരാനും അവർക്ക് തൊഴിൽ നേടാനും അവരുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനും ഒക്കെയുള്ള സംവിധാനം നമ്മൾ ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അവസരങ്ങൾ എവിടെയാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ അവസരങ്ങളിലേക്ക് കുട്ടികളെ എത്തിക്കുന്നതിന് ഉള്ള ബ്രിഡ്ജ്. ഇപ്പോൾ പുതിയതായി ഞാൻ തുടങ്ങാൻ പോകുന്ന ഒരു മെഡിക്കൽ കോളേജുണ്ട്. അതിൻ്റെ ഡയറക്ടറായിട്ട് വരുന്നത് വേൾഡ് റിനൗൺസ്ഡ് ആയിട്ടുള്ളൊരു ഡോക്ടറാണ്, ഡോക്ടർ അനന്തറാം ഷെട്ടി. അതുകൂടാതെ ഇപ്പോൾ BSc നഴ്സിംഗ് പഠിക്കുന്ന നമ്മുടെ കുട്ടികൾക്ക് കമ്പൽസറി ആയിട്ടും ജർമ്മൻ ലാംഗ്വേജ് എല്ലാ ദിവസവും 1 മണിക്കൂർ കമ്പൽസറി ജർമ്മൻ ലാംഗ്വേജ് ട്രെയിനിങ് ഉണ്ട്. ഞാൻ കുട്ടികളോട് പറയും, ഇത് നിങ്ങൾ ജർമ്മനി പോകാൻ വേണ്ടിയല്ല, അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഫ്രണ്ട്സും തമ്മിൽ
വല്ലവരുടെയും മുമ്പിൽ വെച്ചിട്ട് രഹസ്യമായി എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ അത് സംസാരിക്കാമല്ലോ. അതിനുവേണ്ടി പഠിക്കുക. നിങ്ങൾ ജർമ്മനി പോകാൻ വേണ്ടി പഠിക്കേണ്ട. അപ്പോൾ അങ്ങനെ ഒരു 4 വർഷത്തെ ഈ കോഴ്സിൻ്റെ കൂടെ തന്നെ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ ഉള്ള സൗജന്യമായിട്ടുള്ള സൗകര്യം ECR കോളേജിലുണ്ട്. ഇനിയും വേറെ ഏതെങ്കിലുമൊക്കെ കോഴ്സുകൾ പഠിച്ചിട്ട് നഴ്സിങ്ങോ മറ്റ് പാരാമെഡിക്കൽ കോഴ്സുകളോ ജർമ്മനിയിലേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചുള്ളൂ ഫീസ് ഒന്നും ഇല്ലാതെ തന്നെ ക്യാമ്പസിൽ അവർ ഹോസ്റ്റലും ഫുഡും അക്കോമഡേഷനും തന്നാൽ അവരെ പഠിപ്പിക്കുന്നുണ്ട്. പല കുട്ടികളും അങ്ങനെ കന്നഡ കുട്ടികളും മലയാളി കുട്ടികളോട് വന്ന് പഠിച്ചിട്ട് പോകുന്നുണ്ട്. നമുക്കറിയാം, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇപ്പോൾ AI അധിഷ്ഠിതമാണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിതമാണ് നമ്മുടെ തൊഴിലിടങ്ങളെല്ലാം. അപ്പം AI അധിഷ്ഠിത, ഡാറ്റാ സയൻസ് അധിഷ്ഠിതമായിട്ടുള്ള കോഴ്സുകൾ അത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? അതിലേക്ക് കടന്നു വരുന്ന ആളുകൾക്ക് സംബന്ധിച്ച് അവരുടെ ആശങ്ക, എൻ്റെ ജോലി ഈ AI കൊണ്ടുപോകുമോ എന്നുള്ളതാണ്. അതല്ല എന്ന് പറഞ്ഞു കൊടുക്കാൻ ECRന് സാധിക്കില്ലേ? ഗിയർ ഇല്ലാത്ത വണ്ടി, ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വണ്ടി വന്നാൽ ഡ്രൈവർമാരുടെ ജോലി പോകും എന്ന് പറയുന്ന പോലെയുള്ളൂ. ഈ AI എന്ന് പറഞ്ഞാലല്ലേ പൊതുവെയുള്ളൊരു കോൺസെപ്റ്റ് എന്താണ്? റോബോട്ടിക്സ് ആണെന്നാണ് ധാരണ. നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മളുടെ അഗ്രികൾച്ചർ സെക്ടറിൽ വേണം, മെഡിക്കൽ സെക്ടറിൽ വേണം, ഡിഫൻസ് സെക്ടറിൽ വേണം, ഓട്ടോമൊബൈൽ സെക്ടറിൽ വേണം. നമ്മൾ എന്ത് ജോലിയാണോ ചെയ്യുന്നത് ആ ജോലികൾ എളുപ്പമാക്കി തരുക എന്നുള്ള അറിവാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഞാനിപ്പോഴും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഒരു റോങ് ആയിട്ടുള്ള പ്രൊനൗൺസിയേഷനാണ്. കാര്യം ആർട്ടിഫിഷ്യൽ മെമ്മറിയാണ് ഉള്ളത്. ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു മേഖല പുതിയതായിട്ട് ഒന്നും കണ്ടുപിടിക്കുന്നില്ല. പിന്നെ മിഷൻ ലേണിംഗ് എന്ന് പറയുന്നുണ്ട്. മിഷൻ സ്വന്തമായിട്ട് ഇൻ്റർനെറ്റിൽ നോക്കിയിട്ട് നമ്മൾ കുട്ടികൾ പഠിക്കുന്ന പോലെ മിഷൻ പഠിച്ചെടുക്കുന്നു. പക്ഷെ മിഷന് ചിന്തിക്കാനുള്ള കഴിവില്ല, ഇമോഷൻ ഇല്ല. ഒരു ടീച്ചറിൻ്റെ സ്ഥാനത്തോ ഒരു ഡോക്ടർ സ്ഥാനത്തോ ഒരു അമ്മയുടെ സ്ഥാനത്തോ ഒരു കൂട്ടുകാരൻ്റെ സ്ഥാനത്തോ ഒരിക്കലും നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ സങ്കല്പിക്കാൻ പറ്റത്തില്ല. ഒരു ഫ്രണ്ടായിട്ടും സങ്കല്പിക്കാൻ പറ്റത്തില്ല. നമ്മളുടെ ജോലികൾ ഇപ്പോൾ എനിക്ക് ഗിയർ കൊണ്ടുള്ള വണ്ടികൾ ഓടിക്കാൻ ഭയങ്കര ദേഷ്യമാണ്. ആദ്യം ഈ ഓട്ടോമാറ്റിക് വണ്ടി ഓടിക്കുന്ന ദേഷ്യമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് സെറ്റായ ശേഷം ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ വണ്ടികളും ഓട്ടോമാറ്റിക്കാണ്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ വട്ടത്തിൽ ആരെങ്കിലും ചാടുവാണെങ്കിൽ വണ്ടി സ്വന്തമായിട്ട് ബ്രേക്ക് ചെയ്യും. നമ്മൾ ബ്രേക്ക് കാല് വെച്ചില്ലെങ്കിൽ സ്വന്തമായിട്ട് ബ്രേക്ക് ചെയ്യും. ഒരു കണക്കിന് നമുക്കതൊരു ഹെൽപ്പാണ്. ഒരിക്കലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞൊരു മേഖല ഡെവലപ്പ് ചെയ്യുമ്പോൾ ഒരാളുടെയും തൊഴിൽ നഷ്ടപ്പെടത്തില്ല. തൊഴിൽ സമയം കുറയുകയുള്ളൂ. നമ്മൾ 10 മണിക്കൂറോ 12 മണിക്കൂറോ കഷ്ടപ്പെട്ട് ചെയ്യേണ്ട ജോലിയിൽ 2 മിനിറ്റിനുള്ളിൽ ചെയ്ത് തീർക്കാൻ പറ്റും. ഒരിക്കലും തൊഴിൽ നഷ്ടപ്പെടത്തില്ല. ഓക്കെ, അപ്പോൾ അതുകൂടി നമ്മൾ ജീവിതത്തിന്റെ ഭാഗമാക്കുക. AI കൂടി നമ്മുടെ തൊഴിൽ മേഖലയിലേക്ക് ജീവിതത്തിന്റെ ഭാഗം. ഓക്കെ, ഒരു 30% സർജറി നടക്കുന്നത് റോബോട്ടിക് സർജറിയാണ്. കഴിഞ്ഞ ദിവസം എൻ്റെ ഫ്രണ്ട് ഒരു ഹാർട്ട് സർജറി ചെയ്തത് ബാംഗ്ലൂരിൽ റോബോട്ടിക് സർജറിയാണ്. സർജറി ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞിട്ട് പുള്ളി ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ച് വന്നത്. ഞാൻ പറഞ്ഞു, എന്താ ഇത്, എന്താ വീട്ടിൽ? ഒരു കുഴപ്പമില്ല, റോബോട്ടിക് സർജറി ആയിരുന്നു. പൈസ 10-12 ലക്ഷം പോയെന്നേ ഉള്ളൂ, പക്ഷേ സേഫാണ്. ഒരു നടക്കാനും ഓടാൻ ഡ്രൈവ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് മെഡിക്കൽ സെക്ടറിലും എയർലൈൻ സെക്ടറിലും ഓട്ടോ പൈലറ്റ് ഇല്ലേ, പണ്ട് നമ്മൾ പുഷ്പവിമാനമല്ലേ കണ്ടിട്ടുള്ളൂ, ഇപ്പോൾ ഓട്ടോ പൈലറ്റ്. എനിക്ക് ഫ്ലൈറ്റൊക്കെ ഒന്ന് പേടിയുള്ള ആളാണ്. അത്രയും സേഫായിട്ടുള്ളൊരു യാത്രാ മേഖലയാണ് എന്താ പറയുക എയർലൈൻ സെക്ടർ എന്ന് പറഞ്ഞാൽ. ഓരോരുത്തർക്കും പേഴ്സണലായിട്ടുള്ളവരും ഉണ്ടാവുമല്ലോ. ഓക്കെ, ഇപ്പം നമ്മുടെ ഓൺ ക്യാമ്പസ് ജോബ്സ്, അതായത് പാർട്ട് ടൈമായിട്ട് നമ്മളെ വിദ്യാർത്ഥികൾക്ക് ജോലി കൊടുക്കുന്ന ഒരു സംരംഭം കൂടി ഇതിനോടൊപ്പം തന്നെ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ജോലി എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഒരു സമ്പാദ്യശീലം വളർത്തുക, ഒരു ഫിനാൻഷ്യൽ അച്ചടക്കം കൊണ്ടുവരിക എന്നുള്ള പഠനം കൂടിയായിരിക്കാം ഒരുപക്ഷെ താങ്കൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ടാവുക. എങ്ങനെയാണ് അതിനുള്ള സാധ്യതകൾ ECR ക്യാമ്പസിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നത്? ആദ്യം നമ്മൾ കൂടുതലായിട്ടും കൊടുക്കുന്നത് ഡിഗ്രി പഠിക്കുന്ന കുട്ടികൾ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, സൈബർ സെക്യൂരിറ്റി, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഡാറ്റാ സയൻസ്, ഏവിയേഷൻ, ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ്, BBA എൻ്റർപ്രണർഷിപ്പ്, ഇങ്ങനെയുള്ള കോഴ്സുകൾ പഠിക്കുന്ന കുട്ടികൾക്കാണ് ഈ പാർട്ട് ടൈം ആയിട്ടുള്ള ജോലികൾ കൊടുക്കുന്നത്. ഈ പാർട്ട് ടൈം ആയിട്ടുള്ള ജോലി കൊടുക്കുന്നത് സമ്പാദ്യശീലം വളർത്തുക എന്നുള്ളത് ഒരു ചെറിയ പാർട്ട് മാത്രമാണ്. അവർക്ക് വിദ്യാഭ്യാസത്തിൻ്റെ കൂടെ ഡെവലപ്പ് ചെയ്യേണ്ട അതായത് വാട്ട് ആർ ദ അതർ പൊട്ടൻഷ്യൽ യു ഹാവ് ടു ഡെവലപ്പ് അലോങ് വിത്ത് യുവർ കരിയർ. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ലാംഗ്വേജ്, കമ്മ്യൂണിക്കേഷൻ, പേഴ്സണാലിറ്റി, കോൺഫിഡൻസ്, പിന്നെ ഒരു എബിലിറ്റി ടു കണക്ട് ദ റൈറ്റ് പീപ്പിൾ ആൻഡ് മോർ ഓവർ ദ ഇൻഫ്ലുവൻസ്. നിങ്ങളുടെ ആ ഇൻഫ്ലുവൻസ് ആ മേഖലയിൽ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ആ മേഖലയായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ പാർട്ട് ടൈം ജോബ് ചെയ്യണം. പാർട്ട് ടൈം ജോബ് എന്ന് പറയുമ്പോൾ ആൾക്കാരുടെ ഒരു റോങ് കോൺസെപ്റ്റ് എന്താണ്? കുട്ടികൾ പഠിക്കുന്ന ഒരു ഫ്യൂവൽ ഫില്ലിംഗ് സ്റ്റേഷനിൽ ഫ്യൂവൽ അടിക്കാൻ പോവുക, KFCയിൽ സെർവ് ചെയ്യാൻ പോവുക, ഇതൊന്നുമല്ല പാർട്ട് ടൈം ജോബ്. അവരെന്താണോ പഠിക്കുന്നത് ആ പഠിക്കുന്ന മേഖലയിൽ
പാർട്ട് ടൈം ജോബ്, ചെറിയ ചെറിയ വർക്കുകൾ ചെയ്ത് ആ ഇൻഡസ്ട്രിയായിട്ട് കണക്ട് ആകുന്നതിന് വേണ്ടിയാണ് ഈ പാർട്ട് ടൈം ജോബ്. സൂട്ടബിലിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിനും വേണ്ടി മാത്രമാണ് ECR കോളേജ് ഇങ്ങനെയുള്ള പാർട്ട് ടൈം ആയിട്ടുള്ള ജോലികൾ, അത് ബാങ്കിങ് കൺസൾട്ടൻ്റ് ഉണ്ട്, ഫിനാൻസ് കൺസൾട്ടൻ്റ് ഉണ്ട്, HR കൺസൾട്ടിംഗ് ഉണ്ട്, എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി ചെയ്യുന്ന കുട്ടികളുണ്ട്, അല്ലാതെ ഈവൻറ്റ് മാനേജ്മെൻറ്റ് ചെയ്യുന്ന കുട്ടികളുണ്ട്. അവർക്ക് ഈ മലയാളം മാത്രം അറിയാവുന്ന കുട്ടികൾക്കും നന്നായിട്ട് പൈസ ഉണ്ടാക്കാം. വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ള മലയാളി ഫാമിലിയിലെ കുട്ടികളെ മലയാളം സംസാരിക്കാൻ പഠിപ്പിച്ചാലും ഒരു 25,000 ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഏണിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ആർട്ട്. മേക്കിംഗ് മണി ഇസ് ആൻ ആർട്ട്. നമ്മളൊന്ന് അതിന് പുഷ് ചെയ്ത് കൊടുക്കുന്നത് തീർച്ചയായിട്ടും അതാണ് ആയിരിക്കും ഒരു പക്ഷേ പാർട്ട് ടൈം ജോബ്. ഓക്കെ, നമ്മളിപ്പം എയർ ഇന്ത്യ, ഇൻഡിഗോ, IBM പോലുള്ള വൻകിട കമ്പനികൾ, നമ്മൾ ECR നിന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പ്ലേസ്മെൻറ്റ് ഭൂരിഭാഗവും നല്ല കമ്പനികളിൽ, റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനികളിൽ. അതിൻ്റെ ഒരു രഹസ്യം എന്താണ്? ഓൾമോസ്റ്റ് 75 to 80% മലയാളി കുട്ടികളാണ് അവിടെ വരുന്നത്. മലയാളി കുട്ടികൾ അവിടെ വന്ന് പഠിക്കുന്ന സമയത്ത് അവിടെ കന്നഡ അവർക്കറിയില്ല, ഹിന്ദി സംസാരിക്കാൻ അറിയത്തില്ല, പിന്നെ കുറച്ചറിയാവുന്നൊരു ഇംഗ്ലീഷാണ്. അപ്പോൾ അവർക്ക് പ്രിൻസിപ്പാളിനോടോ ടീച്ചേഴ്സിനോടോ പബ്ലിക്കായിട്ടോ കണക്ട് ചെയ്യാൻ വേണ്ടി അവർ മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷനായിട്ട് ഉപയോഗിക്കുന്നത് ഇംഗ്ലീഷ്. അങ്ങനെ ഇംഗ്ലീഷ് ഡെവലപ്പ് ചെയ്യും, പതുക്കെ ഹിന്ദിയിലേക്ക് കിടക്കും, പിന്നെ കന്നഡ പറയാൻ പഠിക്കും. അപ്പോൾ നാളെ ഒരു ഇൻ്റർവ്യൂവിന് പോകുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചുള്ള അവന് ഇംഗ്ലീഷ്, ഹിന്ദി, കന്നഡ, മലയാളം 4 ഭാഷ ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാനുള്ള കഴിവ്, ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവിനാണ് നമ്മൾ ജോലി കൊടുക്കുന്നത്, അല്ലേ? ആരാണെന്ന് പറഞ്ഞാലും, ഇപ്പോൾ പൊളിറ്റിക്സിലാണെന്ന് പറഞ്ഞാലും, അഡ്വക്കേറ്റ്സ് ആണെങ്കിലും, ടീച്ചറാണെങ്കിലും, ഒരു ടീം ലീഡർ ആണെങ്കിലും, ഒരു ലീഡർഷിപ്പിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഭാഷ, ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഈസ് വെരി എസെൻഷ്യൽ. ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവാണ് നമ്മൾ കുട്ടികൾ വളർത്തിയെടുക്കേണ്ടത്. സാറ് സംസാരത്തിൽ പറഞ്ഞു ഭൂരിഭാഗം കുട്ടികൾ കേരളത്തിൽ നിന്നുള്ള കുട്ടികളാണ് എന്നുള്ളത്. ഞാൻ ഈ അടുത്ത് മൈസൂരുവിൽ ഉണ്ടായൊരു സംഭവം ഉണ്ടാവും. അവിടെ കേരളത്തിൽ നിന്നുള്ള കുട്ടികൾക്ക് ഭക്ഷണം, അവിടെ പാചകം ചെയ്യുന്ന ഭക്ഷണം, കേരളീയമായിട്ടുള്ള ഭക്ഷണം കൊടുക്കുന്നതിലൊക്കെ വലിയ പ്രയാസമുണ്ട്, കുട്ടികളുടെ പ്രതിഷേധം ഉണ്ടായി എന്നൊക്കെ കേട്ടോ. അപ്പം നമ്മുടെ ECRലെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കേരളത്തിൽ നിന്നുള്ള കുട്ടികൾക്ക് അവർക്ക് നമ്മുടെ തനത് കേരളീയ വിഭവങ്ങൾ ഒരുക്കുക, അവർക്ക് വേണ്ട രീതിയിൽ ആ ക്യാമ്പസിൽ സൗകര്യങ്ങൾ ഒരുക്കുക, ഞാൻ എൻ്റെ വീടാണ് വിട്ടു നിൽക്കുന്നത് എന്ന് തോന്നാത്ത രീതിയിൽ ആ ക്യാമ്പസിനകത്ത് നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? ഒറ്റ കാര്യം, രാവിലെ ഉച്ചയും വൈകിട്ടും ഞാൻ ക്യാമ്പസിലെ കുട്ടികൾക്ക് കൊടുക്കുന്ന ഭക്ഷണം അവരുടെ കൂടെ ഇരുന്ന് കഴിക്കുന്നത്. അവിടെ ഒരു ഡൈനിങ് ടേബിൾ ഇട്ടിട്ടുണ്ട്, എനിക്ക് സ്പെഷ്യലായിട്ട് ഒരു സാധനങ്ങളും ഇല്ല. പിന്നെ യാതൊരു ഇതുമായ ടേസ്റ്റിംഗ് പൗഡറും മറ്റു കാര്യങ്ങളും ചേർക്കാൻ ഞാൻ കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ആണ്. നമ്മളുടെ കോളേജിൻ്റെ പ്രത്യേകത ഏകദേശം 6 ഏക്കർ സ്ഥലം ഗ്രൗണ്ടിന് മാത്രമാണുള്ളത്. പിന്നെ ഒരു 20,000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഇൻഡോർ ഗെയിം ഫെസിലിറ്റി ഉണ്ട്. ഫുട്ബോൾ അക്കാഡമിയും ക്രിക്കറ്റ് അക്കാഡമിയും ഉണ്ട്. ബാസ്കറ്റ്ബോൾ കോർട്ടും ഹോഴ്സ് റൈഡിങ് ട്രാക്കും ഇങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളുണ്ട്. അപ്പം ഞാൻ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് ഞാൻ കോളേജിലുള്ള സമയത്ത് രാവിലെ ഒരു 5:45 കോളേജിലെത്തും. ഗേൾസിനെയും ബോയ്സിനെയൊക്കെ എണ്ണിപ്പിച്ചിട്ട് അവരെ അറ്റ്ലീസ്റ്റ് കോളേജിൻ്റെ ഗ്രൗണ്ടിന് ചുറ്റും ഒരു റൗണ്ട് അടിച്ചാൽ ഏകദേശം 800 മീറ്ററായി. 40 ഏക്കറുള്ള വിശാലമായ ക്യാമ്പസാണ്. അപ്പോൾ ഹെൽത്ത് ഇല്ല എങ്കിൽ ഇപ്പോഴത്തെ കുട്ടികളെ സംബന്ധിച്ച് എസ്പെഷ്യലി നമുക്ക് ഗേൾസ് ഹോസ്റ്റലിൽ അറൗണ്ട് 1000 ഗേൾസ് ഉണ്ട്. അപ്പോൾ ഈ കുട്ടികൾക്കെല്ലാം ഈ PCOD പോലുള്ള അസുഖങ്ങളാണ്. ഈ പേരൻസ് കുട്ടികളുടെ A+ മാത്രമേ നോക്കാറുള്ളൂ. ഏതെങ്കിലും ഒരു പേരൻറ്റ് രാവിലെ ഒരു മോനെയോ മോളെയോ വിളിച്ചിട്ട് അവരെ ഗ്രൗണ്ടിൽ കൊണ്ടുപോയി ഓടിക്കുകയോ ചാടിപ്പിക്കുകയോ എക്സസൈസ് ചെയ്യിപ്പിക്കുകയോ നീന്തിപ്പിക്കുകയോ. ഒരു സ്കൂളിൽ നിന്നൊക്കെ ടൂർ പോകുമ്പോൾ കുട്ടികൾ മുങ്ങി മരിക്കുമ്പോൾ ആ സ്കൂൾ തല്ലിപ്പൊട്ടിക്കുകയാണ് ചെയ്യുന്നത്. ഈ പേരൻറ്റ് ഈ കുട്ടിയെ ചെറുതായിട്ട് നീന്താൻ പഠിപ്പിക്കണ്ടേ? പേരൻ്റ് അവരുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒടിച്ചുവിടുക. ഒരു ആരോഗ്യമുള്ള സമൂഹം വേണ്ടേ? നിങ്ങൾ എന്തൊക്കെ പഠിച്ചാലും നിങ്ങൾക്ക് ഹെൽത്ത് ഇല്ലെങ്കിൽ പഠിക്കുന്നതൊക്കെ വേസ്റ്റ് അല്ലേ? അതുകൊണ്ട് ECRൻ്റെ ഒരു പ്രത്യേകത അവരുടെ ടോട്ടൽ ഡെവലപ്മെൻറ്റാണ്, ഒരു ഓവറോൾ ഡെവലപ്മെൻറ്റ്. ഒരു ഗ്രാജുവേഷൻ കഴിഞ്ഞ് കുട്ടിയെ സംബന്ധിച്ചോളും അവൻ ഫുട്ബോൾ കളിക്കാനും ക്രിക്കറ്റ് കളിക്കാനും ഓടാനും ചാടാനും ഒക്കെ അറിയാവുന്നവനാണെങ്കിൽ അവരും മൾട്ടിപ്പിൾ ചോയ്സ് ഉണ്ട്. അവന് ആർമി പോകാം, നേവി പോകാം, എയർഫോഴ്സിൽ പോകാം, കസ്റ്റംസിൽ പോകാം, റെയിൽവേയിൽ പോകാം. അവൻ ഫിസിക്കലി ഫിറ്റ് ആണെങ്കിൽ ഏത് മേഖലയിലേക്കും പോകാം. CRPF വേണമെങ്കിലും പോകാൻ പറ്റും. അപ്പോൾ അതിനു വേണ്ടിയുള്ള പ്രോപ്പർ ഗൈഡൻസും ക്ലാസ്സുകളും ECRൽ കൗൺസിലേഴ്സ് വന്ന് കൊടുക്കും. അവർക്ക് ജീവിതം എന്താണെന്ന് മനസ്സിലാക്കും. ജീവിതമാണ് പഠിപ്പിക്കുന്നത്. നമ്മൾ സംസാരിക്കുന്ന ഈ കാലം എന്ന് പറയുന്നത് റിസൾട്ടുകൾ വന്ന ഒരു സമയമാണ്. +2 ഡിഗ്രി കോഴ്സുകൾ കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ടിനെ നമ്മൾ വെയിറ്റ് ചെയ്യുന്ന ഒരു സമയമാണ്. എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൾ ഇന്നൊരു കോഴ്സ് എടുക്കണം, അല്ലെങ്കിൽ എൻ്റെ കുട്ടിക്ക് ഇതാണ് ആഗ്രഹം, എൻ്റെ മകൾക്ക് ഇന്നതാണ്, എൻ്റെ മകൻ ഇന്നതാണ് ആഗ്രഹം എന്നൊരു മാതാപിതാക്കൾ തിരിച്ചറിയുന്ന ഒരു സമയമുണ്ടല്ലോ. അവർക്കും വേണം കൃത്യമായിട്ടുള്ള ഒരു
വ്യൂ വേണം വെക്കരുത്. ആ കാര്യത്തിൽ ECR എങ്ങനെയാണ് അവരെ സഹായിക്കുക? ഒരു 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 കുട്ടിയെ കറക്റ്റ് വഴിയിലൂടെ കൊണ്ട് നടത്താൻ മാതാപിതാക്കൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്ന കോഴ്സിൻ്റെ അംഗീകാരം മാതാപിതാക്കൾ ഉറപ്പുവരുത്തണം. അവർക്ക് സ്വന്തമായിട്ട് അറിവ് ഇല്ലെങ്കിൽ ആ മേഖലയിൽ അറിവുള്ള ആൾക്കാരോട് പോയി ചോദിച്ചിട്ട് ഈ സ്ഥാപനത്തിൻ്റെ അംഗീകാരം ആദ്യമായിട്ട് ഉറപ്പുവരുത്തണം. അതിനുശേഷം കുട്ടിക്ക് ഈ പോകാൻ താല്പര്യമുള്ള മേഖലയായിട്ട് ബന്ധപ്പെട്ട ഒരു കോഴ്സായിരിക്കുമല്ലോ പഠിക്കുന്നത്. പഠിച്ചു കഴിഞ്ഞാൽ ചോദിക്കേണ്ടത്, ഈ കോഴ്സ് കഴിഞ്ഞാൽ വാട്ട് ഈസ് നെക്സ്റ്റ്? എവിടെ ജോലി? എത്ര ശമ്പളം? എങ്ങനെ ജോലി കിട്ടും? അതിന് നിന്നെ ആര് സഹായിക്കും? ആ മേഖലയിൽ ജോലി ചെയ്യുന്ന ആരെങ്കിലുമായിട്ട് നിനക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ? നിനക്ക് അഡ്വൈസ് ഉണ്ടോ ആ മേഖലയിൽ? എനിക്ക് സിനിമാ മേഖലയിലേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അവിടെ എന്നെ സഹായിക്കാൻ ആളുണ്ടോ? അപ്പോൾ പേരൻറ്റ്സ് ചെയ്യേണ്ട കാര്യം, കുട്ടി ഏത് മേഖലയാണോ ആഗ്രഹിക്കുന്നത് ആ മേഖലയിൽ അവർ ഏതെങ്കിലും രീതിയിൽ ആ മേഖലയിലുള്ള പ്രശസ്തരായ ആൾക്കാരെ എത്ര സമയം കഷ്ടപ്പെട്ടാണെങ്കിലും അവരെ കൊണ്ട് നമ്മുടെ കുട്ടികളോട് പ്രോപ്പറായിട്ട് അഡ്വൈസ് ചെയ്യിപ്പിക്കണം. എത്ര കാത്തിരുന്നാലും, എത്ര ദിവസം അവരുടെ വീട്ടിൻ്റെ വാതിക്കൽ പോയി ക്യൂ നിൽക്കേണ്ടി വന്നാലും, അങ്ങനെയുള്ള 4-5 പേരെയെങ്കിലും ഈ മേഖലയിൽ സക്സസ്ഫുള്ളായ ആൾക്കാരെ കണ്ട് അവരുടെ പ്രോപ്പർ ഗൈഡൻസിലൂടെ പോയി കഴിഞ്ഞാൽ കുട്ടിക്ക് എന്തുവാകാം, ഒരു സംശയമില്ല അതിന്. 40 ഏക്കറിലാണ് ഉടുപ്പിയിലുള്ള മധുവന എന്ന് പറയുന്ന ക്യാമ്പസ് ഉള്ളത്. മനോഹരമായ ഒരു ക്യാമ്പസാണ്. വിശാലമായ വിദ്യാർത്ഥികൾക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഈ മധുവനയുടെ ഈ വളർച്ചയിൽ ഏറ്റവും അഭിമാനം തോന്നിയിട്ടുള്ളൊരു നിമിഷം ഏതാണ്? അത് വെറുതെ തരിശു ഭൂമിയായിട്ട് കിടന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഞാനവിടെ പോയിട്ട് ഒരു എക്സ്റ്റാബ്ലിഷ്മെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി തുടങ്ങിയപ്പോൾ ആദ്യം അവിടുത്തെ നാട്ടുകാർ മുഴുവൻ നമുക്കെതിരായിരുന്നു, ഡിസ്കറേജ്. എൻ്റെ ഒരു ക്യാരക്ടർ, നമ്മൾക്ക് ശത്രുക്കൾ കൂടുതൽ വളരുമ്പോഴാണ് നമ്മൾ വളരുന്നത്. നമുക്ക് ആരെങ്കിലും നോക്ക്, ശത്രുക്കളില്ലാത്തവർ ആരെങ്കിലും ലോകത്ത് രക്ഷപ്പെട്ടിട്ടുണ്ടോ? ഏറ്റവും കൂടുതൽ ശത്രുക്കളുള്ളവരാണ് ഏറ്റവും കൂടുതൽ ഉയർന്നു വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ശത്രുതയും ഓപ്പോസിഷനൊക്കെ വരുമ്പോൾ നമുക്ക് ചെയ്യാനുള്ളൊരു ത്രില്ല് കൂടും. അതിനുശേഷം അവിടുത്തെ പഞ്ചായത്തും അമ്പലക്കാരും പള്ളിക്കാരും ഒക്കെ നമ്മളെ വിളിച്ച് ഇങ്ങനെ ഒരു എക്സ്റ്റാബ്ലിഷ്മെൻ്റ് ഉണ്ടാക്കിയതിന് അനുമോദിക്കാറുണ്ട്. അവിടുത്തെ ലോക്കൽ ആൾക്കാർ ക്രിക്കറ്റ് മാച്ചും ഫുട്ബോൾ മാച്ചും ഒക്കെ നടത്തുന്ന നമ്മളുടെ ഗ്രൗണ്ടിൽ ആ നാടിൻ്റെ ഒരു സ്ഥാപനമായി മാറി. തീർച്ചയായിട്ടും നാടിൻ്റെ പ്രസ്ഥാപനമായിട്ട് മാറി. ഓക്കെ. ECRൽ ഇപ്പം ഒട്ടനവധി വിദ്യാർത്ഥികൾ പഠിച്ചിട്ടുണ്ട്, ഒരുപാട് കുട്ടികൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു പ്രത്യേകിച്ചൊരു ഞാൻ കാരണം, അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനം കാരണം, മധുവന കാരണം, അല്ലെങ്കിൽ നമ്മുടെ ആശയം കാരണം ഒരാൾ രക്ഷപ്പെട്ടു എന്ന് തോന്നിയ ഒരു വ്യക്തിയുണ്ടോ? പ്രത്യേകിച്ച് അങ്ങനെ ഒരു സന്ദർഭമുണ്ടോ? ഒരുപാടുണ്ട്. ഒരു കുട്ടിയുടെ അച്ഛനോട് ആ കുട്ടിക്ക് വയ്യാന്ന് പറഞ്ഞപ്പോൾ, സാർ ഞാൻ ആംബുലൻസുമായിട്ട് വരുവാണ്, എൻ്റെ കുട്ടിയെ ഡെഡ് ബോഡി കൊണ്ടുവരും. ഞാൻ ഷോക്കായിപ്പോയി. എന്ന് വെച്ചപ്പോഴത്തേന് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും ഈ കുട്ടി മരിച്ചു പോകുമെന്ന് പറഞ്ഞിട്ട് അവളൊരു ആഗ്രഹത്തിനനുസരിച്ച് നഴ്സിംഗ് പഠിപ്പിക്കാൻ വിട്ടതാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ കുട്ടിയെ, എന്തായാലും ശരി, നിങ്ങൾ അങ്ങനെ ചിന്തിക്കണ്ട, ഞാനൊന്ന് ശ്രമിക്കട്ടെ എന്ന് പറഞ്ഞ് മണിപ്പാൽ മെഡിക്കൽ കോളേജിൽ പോയി ഡോക്ടേഴ്സിനെ കണ്ട് എൻ്റെ പേഴ്സണൽ ഇൻഫ്ലുവൻസ് കൊണ്ട് അവിടെ ഒരു ഹോട്ടലിൽ റൂം എടുത്ത് 2 മാസം ആ ഹോട്ടലിൽ തന്നെ താമസിപ്പിച്ചു. അതായത് ഹോസ്റ്റലിലേക്ക് പോയ ഏതെങ്കിലും ഇൻഫെക്ഷൻ വരാൻ സാധ്യതകളുണ്ട്. ആ കുട്ടി അവിടുന്ന് നല്ല രീതിയിൽ പഠിച്ച് നല്ല ആരോഗ്യവതിയായിട്ട് പോയ സമയത്ത് ആ കുട്ടി കാലേ വീണെന്ന് കരഞ്ഞിട്ട് പോയില്ലേ, അത് വളരെ അധികം. അപ്പോൾ ഞാനിപ്പോൾ ബാംഗ്ലൂർ എയർപോർട്ടിൽ പോയാലും ദുബൈ എയർപോർട്ടിൽ പോയാലും ഏത് എയർപോർട്ടിൽ പോയാലും അവിടെ എല്ലാം നമ്മുടെ സ്റ്റുഡൻസ് ഉണ്ട്. ഓൾമോസ്റ്റ് ഇനി ഏത് ഹോസ്പിറ്റലിൽ പോയാലും ഈ 2019 ഉള്ളതുകൊണ്ട് ഏതെങ്കിലും ഒരു നഴ്സിംഗ് കുട്ടി നമ്മളുടെ അവിടെ ഉണ്ടാവും. അപ്പോൾ ഈ കുട്ടികൾ ഒരുപാട് ഉയർന്നു പോയിട്ടെങ്കിലും ഓർത്തിരിക്കാൻ പറ്റുന്ന ചില കുട്ടികളുണ്ട്. ഈ പഠിത്തമൊക്കെ നിർത്തിയിട്ട് വീട്ടിലേക്ക് പോകുന്ന കുട്ടികളെ ഞാൻ തിരിച്ച് വിളിച്ച് വരാറുണ്ട്. അവരേതെങ്കിലും വീട്ടിലെ സാഹചര്യം കൊണ്ടായിരിക്കാം, ചിലപ്പോൾ പൈസ ഇല്ലാത്തതുകൊണ്ടായിരിക്കും, അച്ഛനും അമ്മയും എന്നുള്ള പിണക്കം കൊണ്ടായിരിക്കാം. അങ്ങനെ തിരിച്ച് വിളിച്ചുകൊണ്ട് വന്ന പല കുട്ടികളും പല കാരണങ്ങൾ കൊണ്ട്, ഇപ്പോൾ ഹോസ്റ്റലിലെ ചെറിയ ഫ്രണ്ട്സ് തമ്മിലുള്ള ചെറിയ കാര്യങ്ങൾ കൊണ്ട് വിട്ടിട്ട് പോകുന്ന കുട്ടികളെ വീട്ടിൽ പോയി കാറിൽ കയറ്റി തിരിച്ച് വിളിച്ചുകൊണ്ട് വന്നിട്ട് അവർ നല്ല ജോലി കിട്ടിയിട്ട് തിരിച്ചു വരുന്നൊരു രംഗമുണ്ടല്ലോ, അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ എനിക്ക് വേൾഡ് ടൂർ പോകാൻ പ്രയാസമൊന്നുമില്ല, പക്ഷെ അതിനെക്കാട്ടി ഇഷ്ടം കുട്ടികളുടെ ക്രിക്കറ്റ് കളിക്കുമ്പോഴാണ്.
ഞാൻ കഴിഞ്ഞ ദിവസം ഈ നഴ്സിംഗ് കുട്ടികൾക്ക് ക്ലാസ് എടുത്തപ്പോൾ അവർ സാർ ഫസ്റ്റ് യു ഹാവ് ടു മെയിൻറ്റെയിൻ യുവർ ഹെൽത്ത് എന്ന് പറയും. അങ്ങനെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായി. പെൺകുട്ടികളായിട്ട് എന്നെ 100 മീറ്റർ ഓടാൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി 8 കുട്ടികൾക്ക് അവർ എന്നെ തോപ്പിച്ചാൽ 10 ലക്ഷം രൂപ ഫീസ് വിട്ടു കൊടുക്കണമെന്ന് പറഞ്ഞ് കോമ്പറ്റീഷൻ ഞാൻ സമ്മതിച്ചു. അവിടുത്തെ കർണാടകത്തിലെ മീഡിയകളെല്ലാം ഉണ്ടായിരുന്നു. ഓടി ഞാൻ ജയിച്ചു, പിള്ളേർ തോറ്റു. 8 പിള്ളേർ 5000 രൂപ വെച്ച് 40,000 രൂപ എനിക്ക് തന്ന്. നിങ്ങൾ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ഉണ്ട് റണ്ണിങ് കോമ്പറ്റീഷൻ. ഞാനപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ആ കുട്ടികളുടെ കൂടെ നിൽക്കുമ്പോൾ നമ്മുടെ സമപ്രായക്കാരോട് എൻ്റെ പ്രായക്കാരോടൊക്കെ പോകുകയാണെങ്കിൽ കൊളസ്ട്രോൾ, ഷുഗർ, പ്രഷർ, മറ്റു കാര്യങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. കുട്ടികളോട് സംസാരിക്കുമ്പം അവരുടെ ഏജിനുള്ള കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വളരെ സന്തോഷം ഉണ്ടാവും കുട്ടികളോട് നിൽക്കാൻ. അതുകൊണ്ട് എൻ്റെ ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് കുട്ടികളോട് നിൽക്കുമ്പോഴാണ്. ഈ സംസാരം കഴിയുമ്പോൾ വല്ലാത്തൊരു മോട്ടിവേഷൻ. കാരണം നമ്മൾ എവിടെ നിൽക്കുന്നു, നമ്മുടെ എന്താവണം, നമ്മളുടെ യാത്ര എങ്ങനെയാവണം എന്നുള്ളതിനൊക്കെ ഒരു കൃത്യമായിട്ടുള്ളൊരു ഉത്തരം തരാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു പക്ഷേ ECRൻ്റെ ഒരു മുഖമുദ്രയും അത് തന്നെയാകും. ജീവിതത്തിലേക്ക് എങ്ങനെ നമുക്ക് നേർവഴിക്ക് നടത്തിക്കാം ഒരാളെ എന്നുള്ളത് തന്നെയാകാം. സാങ്കേതിക വിദ്യ അനുദിനം മാറുകയാണ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മുടെ തൊഴിൽ മേഖലയിലേക്ക് ഉള്ള അതിൻ്റെ കടന്നുകയറ്റവും അതുമൂലം തൊഴിൽ നഷ്ടപ്പെട്ടു എന്ന് വിലപിക്കുന്ന ഒരു സമൂഹത്തിന് മുന്നിലാണ് നമ്മൾ നേരത്തെ സഞ്ചരിച്ച് ഒരുപാട് കാലം മുൻപേ സഞ്ചരിച്ചുള്ള കോഴ്സുകൾ നമ്മൾ പഠിക്കുന്നത്. അതിനൊപ്പം സർട്ടിഫിക്കറ്റ് മാത്രമല്ല ജീവിതത്തിൻ്റെ അടിസ്ഥാനം. ഒരു നല്ല മനുഷ്യനായി വളരുക, നല്ല ഡ്രീമുള്ള, സ്വപ്നങ്ങളുള്ള, ആശയങ്ങളുള്ള ഒരു മനുഷ്യനായി വളരുക എന്നുള്ളതാണ്. അപ്പോൾ അതിനൊക്കെ കൈപിടിച്ച് കൂടെ നടത്താൻ ECR ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് എന്നുള്ളതാണ്. എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ്. കണ്ടതിൽ സന്തോഷം. ഇനിയും ഒട്ടേറെ ഉയരങ്ങളിലേക്ക് ECRന് സഞ്ചരിക്കാനാവട്ടെ. ഫ്യൂച്ചർ ടോക്കിൻ്റെ മറ്റൊരു അധ്യായവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.